ഈ പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. തൻ്റെ റിസോർട്ടിലെത്തുന്ന ഗസ്റ്റുകളെല്ലാം കാവേരി വശീകരിച്ച് അവളുടെ ഹോം സ്റ്റേയിലേക്ക് കൊണ്ടുപോകുകയാണെന്ന് ആരോപിച്ച് രാജേശ്വരി അവളെ വഴക്കു പറഞ്ഞ് റിസോർട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ്. ഇറങ്ങിപ്പോകുന്നതിനിടയിൽ ഒരു വർഷത്തിനകം രാജേശ്വരിയേക്കാളും വലിയൊരു റിസോർട്ട് നടത്തി കാണിക്കുമെന്ന് കാവേരിയും വെല്ലുവിളിക്കുന്നുണ്ട്. അവളോടുള്ള പ്രതികാരം തീർക്കാനായി തൻ്റെ റിസോർട്ടിലെത്തിയ കള്ളുകുടിയന്മാരായ 4 പയ്യന്മാരെ രാജേശ്വരി അവളുടെ ഹോം സ്റ്റേയിലേക്ക് പറഞ്ഞു വിടുകയാണ്. ശാരദ അവരെ അവിടെ താമസിപ്പിക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ഗംഗയും കാവേരിയുമെല്ലാം അമ്മയുടെ വാക്കുകൾക്ക് വില നൽകാതെ അവരെ അവിടെ കയറ്റി താമസിപ്പിക്കുകയാണ്. ഗംഗ അവരെ ബെഡ്റൂം കാണിക്കാനായി കൊണ്ടുപോകുമ്പോഴേക്കും ശാരദയും കാവേരിയോടായി ചോദിക്കുന്നുണ്ട്, പരിചയമില്ലാത്ത 3-4 ആണുങ്ങളെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിട്ട് എങ്ങനെ മനസ്സമാധാനത്തോടെ ഉറങ്ങാന്നാ എന്ന് ചോദിക്കേ കാവേരിയും ദേഷ്യത്തോടെ, അമ്മയ്ക്കിതെന്താ, ഹോം സ്റ്റേ തുടങ്ങിക്കഴിഞ്ഞിട്ട് അവർ വരണ്ട ഇവർ വരണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല എന്നവൾ പറയുമ്പോഴേക്കും ശാരദ എന്ന ലൂസിയമ്മയുടെ വിളി കേട്ട്, ആ ലൂസിയമ്മ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, ഞാൻ കിച്ചണിലേക്ക് ചെല്ലട്ടെ, അല്ലെങ്കിലേ ഗസ്റ്റുകൾക്ക് കൊടുക്കാൻ അവിടെ ഇരിക്കുന്ന ഒറ്റ സാധനവും കാണി എന്ന് പറഞ്ഞ് കാവേരി അടുക്കളയിലേക്ക് പോവുകയാണ്. അവിടെ ഗസ്റ്റുകൾക്ക് റൂം ഒരുക്കുന്ന തിരക്കിലാണ് യമുനയും. അവൾ പുതിയ ബെഡ്ഷീറ്റ് എല്ലാം വിരിക്കുമ്പോഴേക്കും ഗസ്റ്റുകളെയും കൊണ്ട് യമുനയും അങ്ങോട്ട് നടന്നു വരികയാണ്. ഇടയ്ക്ക് വെച്ച് ഗസ്റ്റുകൾ ഗംഗയോട് ചോദിക്കുന്നുണ്ട്, ആ റൂമല്ലേ? അതെ എന്ന് അവൾ പറയേ, ഇനി ഞങ്ങൾ പോയിക്കോളാം എന്നവർ പറയുന്നത് കേൾക്കെ ഗംഗയും നടന്നു നീങ്ങുകയാണ്. എന്തിനാടാ വിട്ടുകളഞ്ഞത്, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലോ എന്നൊരുത്തൻ പറയേ, എടാ നിന്നോട് പലതവണയായി ഞാൻ പറയുന്നു എന്നവന് വാണിംഗ് നൽകി വിനീഷ ഗസ്റ്റ് റൂമിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ യമുന ബെഡ്ഷീറ്റ് വിരിക്കുന്നതാണ് കാണുന്നത്. ബാക്കിയുള്ളവർ അങ്ങോട്ട് വരുമ്പോഴേക്കും അവരോട് ശബ്ദമുണ്ടാക്കരുതെന്ന് ആംഗ്യം കാണിക്കുന്നുണ്ട് വിനീഷ്. അവരവളെ തന്നെ കൊതിയോടെ നോക്കി നിൽക്കേ അവരെ കാണുന്ന യമുനയും ഒരു പതർച്ചയോടെ റൂം റെഡിയാണ് എന്ന് പറയേ അവർ ബാഗെല്ലാം അവിടെ വെച്ച് റൂമെല്ലാം ചുറ്റി നടന്നു കാണുകയാണ്. വീണ്ടും അവരെല്ലാവരും അവളെ തന്നെ നോക്കി നിൽക്കേ, എങ്കിൽ ഞാൻ പോട്ടെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, അപ്പുറത്തെ മുറിയിൽ ആളുണ്ടാവുമെന്ന് പറയേ വിനീഷും അവിടെ ഇരുന്ന ഒഴിഞ്ഞ കൂച്ചയെടുത്ത് നോക്കി, ഇതിൽ വെള്ളമില്ലല്ലോ, കുറച്ച് വെള്ളം തായെന്ന് പറയേ സോറി എന്ന് പറഞ്ഞ് യമുന അത് വാങ്ങി ഇപ്പൊ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങി പോവുകയാണ്. അവൾ പോയതിനു ശേഷം അതിലൊരുത്തൻ വിനീഷിന്റെ അടുത്തേക്ക് ചെന്ന്, അളിയ എനിക്കൊരു സംശയം, നമ്മൾ ചെല്ലുന്ന ഓരോ സ്ഥലത്തും കിലോമീറ്റർ ദൂരെ വെച്ച് തന്നെ അവർക്കൊക്കെ കള്ളിന്റെ മണമടിച്ചു, ഇവിടെ വന്ന് ഇത്രയൊക്കെ ഇവരുമായി അടുത്ത് പെരുമാറിയിട്ടും ആ അമ്മയ്ക്കും മക്കൾക്കും സംശയത്തിന്റെ ഒരു നിഴല് പോലുമില്ല, ആണുങ്ങളാരും ഇവിടെ ഉള്ളതായി ഒരു ലക്ഷണവുമില്ല, എന്തായിരിക്കും ആ അമ്മയുടെ മക്കളുടെയും ധൈര്യം എന്നവൻ ചോദിക്കെ ബിനീഷും പറയുന്നുണ്ട്, അത് ഞാനും ആലോചിച്ചത് അളിയ, ഒന്നുകിൽ വെറും മണക്കൂസുകളായിരിക്കും അമ്മയും മക്കളും, മലമൂട്ടിൽ മലങ്കാറ്റേറ്റ് വളരുന്ന കഴുതകൾക്ക് പുറം ലോകത്തെക്കുറിച്ച് ധാരണയൊന്നും ഉണ്ടാകത്തില്ലല്ലോ, അതല്ലെങ്കിൽ നമ്മളെയൊക്കെ വിറ്റു തന്ന കാശ് ആ തള്ളയുടെയും മക്കളുടെയും കയ്യിലുണ്ട്, എന്തായാലും ഒന്ന് തീരുമാനിച്ചളിയ, ഒന്നൊന്നായി പൊക്കി ആശ തീർത്തിട്ടേ നമ്മൾ ഈ മല ഇറങ്ങാൻ പോകുന്നുള്ളൂ എന്നവൻ പറയുന്നത് കേൾക്കെ ബാക്കിയുള്ളവർക്കും സന്തോഷമാവുകയാണ്. അവിടെ അടുക്കളയിൽ മീൻ വെട്ടിക്കൊണ്ടിരിക്കുക ഗംഗ, അത് നോക്കി നിൽപ്പാ ലൂസിയമ്മയും ശാരദയും അടുക്കളയിൽ തന്നെ നിൽപ്പുണ്ട്. ലൂസിയമ്മയുടെ ആക്രാന്തത്തോടെയുള്ള മീൻ നോട്ടം കണ്ട്, എന്താ ലൂസിയമ്മേ, മീൻ കണ്ടിട്ടില്ലേ എന്ന് ഗംഗ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. അത് തന്നെയാ ഞാനും ആലോചിക്കുന്നേ, ഇതേതാ മോളെ മീനെന്ന് ലൂസിയമ്മ ചോദിക്കേ, കേരമീനാ എന്നവളും പറയുന്നുണ്ട്. അത് പറ, ഇത്രയും വിലയുള്ള മീനൊക്കെ നാക്കി വെച്ച കാലം മറന്നുപോയി, നമ്മൾ പാവങ്ങളെ കൊണ്ട് ഇതൊക്കെ താങ്ങാൻ പറ്റുമോ എന്ന് ലൂസിയമ്മ പറയേ, ഇതിവിടുത്തെ ഗസ്റ്റുകൾക്ക് വേണ്ടിയുള്ളതാ, അല്ലാതെ കേരമീനുണ്ടെങ്കിലേ സ്നേഹതീരത്തുള്ളവർക്ക് ചോറിറങ്ങൂ എന്നൊന്നുമില്ല എന്നവളും ദേഷ്യത്തോടെ പറയേ, വരുന്ന വഴിക്കൊരു കാറ് കിടക്കുന്നത് കണ്ടല്ലോ, ആരാ മോളെ ഗസ്റ്റ് എന്ന് ലൂസിയമ്മയും, ആരാന്ന് പറഞ്ഞാൽ ലൂസിയമ്മയ്ക്ക് അറിയോ എന്നവൾ ചോദിക്കേ, ആണാണോ പെണ്ണാണോ എന്നൊക്കെ അറിഞ്ഞിരിക്കാലോ എന്ന് ലൂസിയമ്മ. അറിഞ്ഞിട്ട് എന്നവൾ ചോദിക്കേ, തൊട്ടയൽപക്കമല്ലേ മോളെ, നാളെ ഒരു പ്രശ്നമുണ്ടായ പോലീസ് വന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ മറുപടി വേണ്ടായോ, കുഞ്ഞിക്കാട്ടുണ്ടായ സംഭവം ഓർമ്മയില്ലേ, ഇതുപോലൊരു വീട്ടുകാരെ ഹോം സ്റ്റേയും ലോഡ്ജും ഒക്കെ നടത്തുമായിരുന്നു, ഗസ്റ്റുകളാന്നും പറഞ്ഞ് കുറെ പേര് വന്നു, വീട്ടുകാരെ വെട്ടിക്കൊന്നിട്ടേ ഉണ്ടായിരുന്ന സ്വർണവും പണവും ഒക്കെ കൊണ്ട് അവരങ്ങ് മുങ്ങി, വർഷം 1 ആയി, ഇപ്പോഴും വന്നത് ആരാ ഏതാന്നൊന്നും ഒരു പിടിയുമില്ല എന്ന് ലൂസിയമ്മ പറഞ്ഞു നിർത്തുമ്പോഴേക്കും ഗംഗ അടുക്കളയിൽ നിന്ന് ഉറക്കെ കാവേരി കാവേരി എന്ന് നീട്ടി വിളിക്കുന്നു. ശാരദ അപ്പോഴേക്കും ലൂസിയമ്മയോട് ആ സംഭവത്തിന്റെ വിശദ വിവരങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു. അങ്ങോട്ടൊരു തേങ്ങയുമായി വന്ന കാവേരിയോട്, നീ എന്താടി തേങ്ങ കയറി തേങ്ങ ഇടുമായിരുന്നോ എന്ന് ഗംഗയും ചോദിക്കുന്നുണ്ട്. നല്ലതൊരെണ്ണം തിരഞ്ഞെടുക്കുമായിരുന്നേച്ചി, എന്തു പറ്റിയെന്ന് കാവേരിയും. അവൾ ലൂസിയമ്മയെ കാണിച്ചു കൊടുത്തുകൊണ്ട് എത്രയും പെട്ടെന്നൊന്ന് പറഞ്ഞു വിട്ടു, തേങ്ങാമുറി ചോദിച്ചു വന്നിട്ട് വീട് മുഴുവൻ വിഷം കലക്കിക്കൊണ്ടിരിക്കുക എന്ന് ഗംഗ പറഞ്ഞു നിർത്തുമ്പോഴും ശാരദയ്ക്ക് വിശദമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ലൂസിയമ്മയും. യമുനയും അങ്ങോട്ട് വന്ന് കൂജയിൽ വെള്ളമെടുക്കുന്നുണ്ട്. കാവേരി ലൂസിയമ്മയുടെ അടുത്തേക്ക് ചെന്ന്, ലൂസിയമ്മേ എന്ന് വിളിക്ക് തിരിഞ്ഞു നോക്കിയ ലൂസിയമ്മയുടെ കയ്യിൽ തേങ്ങ വെച്ച് കൊടുക്കുകയാ കാവേരി. ലൂസിയമ്മയും അത് സന്തോഷത്തോടെ വാങ്ങിക്കൊണ്ട്, വലിയ ഉപകാരം കൊച്ചേ, അത്താഴത്തിന് എന്തെങ്കിലും കറി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചപ്പോഴാ തേങ്ങ തീർന്ന കാര്യം ഓർത്തത്, ഇച്ചിരി കപ്പയാണ് വീട്ടിലിരിക്കുന്നത്, തേങ്ങ അരച്ച് എന്തെങ്കിലും കറി വെക്കാം എന്ന് പറഞ്ഞ് വീണ്ടും ആ മീനിലേക്ക് തന്നെ നോക്കിക്കൊണ്ട്
അല്ല കപ്പയ്ക്ക് മീൻകറിയല്ലേ ബെസ്റ്റ്, ഇതൊക്കെ നാക്കി വെച്ച കാലം മറന്നുപോയി എന്ന് പറഞ്ഞ് ഗംഗ വെട്ടിയിട്ട ആ മീൻ കഷ്ണങ്ങളിൽ നിന്ന് 2 മീൻ കഷ്ണം പെറുക്കിയെടുത്ത് എടുക്കുന്നത് ഇവിടുത്തെ അടുക്കളയിൽ നിന്നാവുമ്പോൾ അത് സ്വന്തം വീട്ടിലെ പോലെ തന്നെയാ എന്ന് പറഞ്ഞ് കാവേരിയോടായി ഇത്തിരി കടലാസ് ഇങ്ങ് എടുത്തേ കൊച്ചേ, ഈ മീൻ ഇതെങ്ങനെയാ കൊണ്ടുപോകുന്നേ എന്ന് പറയേ ശാരദ കബോർഡ് തുറന്ന് അവർക്കൊരു പേപ്പർ എടുത്ത് കൊടുക്കുകയാ. ആ മീൻ പേപ്പർ വെച്ച് പൊതിഞ്ഞ് ലൂസിയമ്മയും ശാരദയോടായി പറയുന്നുണ്ട്, തരുന്നവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ മനസ്സ് നിറഞ്ഞു വേണം വാങ്ങാൻ, അല്ലെങ്കിൽ ദഹിക്കത്തില്ല എന്ന് ഞാൻ പോട്ടെ ശാരദ എന്ന് പറഞ്ഞ് അടുക്കളയിൽ നിന്ന് നടന്നു നീങ്ങുക ലൂസിയമ്മയും. ദേഷ്യത്തോടെ അവർ പോകുന്നത് നോക്കി നിന്ന കാവേരി ഗംഗയോടായി ചോദിക്കുന്നുണ്ട്, 500 രൂപയിൽ കൂടുതൽ വില വരില്ലേ ചേച്ചി ആ പീസിന് എന്നവൾ ചോദിക്കെ. അതെ എന്ന് ഗംഗയും. നീളമോൾക്ക് പോലും തൊട്ടു നോക്കാൻ പോലും കൊടുക്കാതെ അരിഷ്ടിച്ചു പിടിച്ച് വെക്കുന്നതാ എന്ന് കാവേരി പറയേ. അത് പോട്ടെന്ന് വെക്കാം, അതിനേക്കാൾ വലിയ നഷ്ടങ്ങളും പ്രശ്നങ്ങളുമാ അവരുണ്ടാക്കി വെച്ചിട്ട് പോയിരിക്കുന്നത് എന്ന് ഗംഗ പറയേ. എന്താ കാര്യമെന്ന് കാവേരിയും ചോദിക്കുന്നു. ദേ നോക്കെന്ന് പറഞ്ഞ് അവൾ ടെൻഷനോടെ നിൽക്കുന്ന അമ്മയെ കാണിച്ചു കൊടുക്കുകയാ. അവിടെ ഗസ്റ്റ് റൂമിലെ ബെഡിലിരുന്ന് സിഗരറ്റ് പുകയ്ക്കുക വിനീഷും ബാക്കിയുള്ളവരും അവന്റെ ചുറ്റും കൂടി ഇരിപ്പുണ്ട്. വിനീഷ് അവരോടായി പറയുന്നുണ്ട്, ഇരയെ വീഴ്ത്തുന്നതല്ല പ്രധാനം, നമ്മൾ ആഗ്രഹിക്കുന്ന സമയം വരെ നമ്മൾ വെച്ച കെണിയിൽ നിന്ന് ഇര രക്ഷപ്പെട്ടു പോകുന്നില്ലെന്ന് ഉറപ്പ് വരുത്തുന്നതാ. ഇല്ലെങ്കിൽ കളി മാറും, നമ്മൾ ഇരകളാവും, ഇര വേട്ടക്കാരുമായി മാറും എന്നവൻ പറയുമ്പോഴേക്കും യമുന കൂച്ചയിൽ വെള്ളവുമായി അങ്ങോട്ടെത്തുകയാ. അളിയാതേ എന്ന് ഒരുത്തം പറയേ. വിനീഷ് പെട്ടെന്ന് സിഗരറ്റ് കുത്തി കെടുത്തുകയാ. അവർ കൂച്ചയിലെ വെള്ളം വാങ്ങിച്ചുകൊണ്ട് ഇത് മിനറൽ വാട്ടർ ആണോ എന്ന് ചോദിക്കേ. അല്ല, കിണറിലെ വെള്ളമാ, ഇവിടെ മിനറൽ വാട്ടറിനേക്കാളും ശുദ്ധമായ പുഴവെള്ളം വരെ കിട്ടുമെന്ന് യമുന പറയുന്നത് കേൾക്കെ അവരും ചിരിക്കണ്ട, പുഷ്പവാടിയിലെ പുഴവെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ് കുറവാണെന്ന് സയന്റിസ്റ്റുകൾ വരെ സർട്ടിഫൈ ചെയ്തിട്ടുള്ളതാ എന്നവൾ പറയേ. ശരിയാ, നാച്ചുറൽ ആവുമ്പോൾ എല്ലാത്തിലും വിഷാംശം കുറവായിരിക്കും എന്ന് വിനീഷും പറയേ. ഒരു പുഞ്ചിരിയോടെ അവൾ അവിടുന്ന് നടന്നു നീങ്ങുകയാ. മിടുക്കിയല്ലേ എന്നൊരുത്തൻ ചോദിക്കേ. ഓരോരുത്തരും ഒന്നിനൊന്ന് മിടുക്കികളാണെന്ന് മറ്റൊരുത്തനും. അളിയ, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ എന്നൊരുത്തൻ വിനീഷിനോടായി ചോദിക്കേ. അവനാ കൂച്ച വാങ്ങിക്കൊണ്ട്, അളിയ നീ അതിന്ന് ആ സാധനം ഇങ്ങെടുത്തേ എന്ന് വിനീഷ് പറയെ. വാതിലെടുക്കണ്ടേന്ന് ഒരുത്തനും ചോദിക്കുന്നു. പിന്നെ പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ നല്ല കുട്ടികളല്ലേ എന്ന് വിനീഷ് പറയെ. ഒരുത്തൻ എഴുന്നേറ്റ് പോയി ഡോർ അടയ്ക്കുകയാണ്. പിന്നീട് അവൻ ബാഗ് തുറന്ന് ബ്രാൻഡിക്കുപ്പിയും ഗ്ലാസും എല്ലാം എടുക്കുമ്പോഴേക്കും, എടാ ഇത് തികയില്ലല്ലോടാ എന്ന് ബ്രാൻഡിക്കുപ്പി നോക്കിക്കൊണ്ട് വിനീഷും പറയുകയാ. എടാ കുടിച്ചു വറ്റിക്കുമ്പോൾ ഓർക്കണമായിരുന്നടാ എന്നൊരുവനും. കുടിക്കാനല്ലേടാ സർക്കാർ വാറ്റി തരുന്നത്, ഈ രാത്രി കഴിഞ്ഞു കിട്ടണ്ടേടാ, അതിനെന്തെങ്കിലും വഴി തെളിയും, ശരി നീ ഒഴിക്ക് എന്ന് വിനീഷ് പറയേ. ഒരുത്തൻ ബ്രാൻഡി ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ തുടങ്ങുകയാ. ഡാ ആ ജനലൊന്ന് തുറന്നിടടാ, കുറച്ച് ശുദ്ധമായി വരട്ടെ എന്ന് ഒരുത്തൻ പറയേ. മറ്റൊരുത്തൻ എഴുന്നേറ്റ് ചെന്ന് ജനൽ തുറക്കുമ്പോഴാണ് അതിലെ പോവുകയായിരുന്ന ലൂസിയമ്മയെ കണ്ട് അവൻ പെട്ടെന്ന് ജനൽ അടയ്ക്കുന്നത്. എന്താടാന്ന് വിനീഷ് വിളിച്ച് ചോദിക്കേ. ഒരമ്മച്ചി എന്നവനും. നിന്റെ പേടി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല കരടിയോ മറ്റോ ആയിരിക്കുമെന്ന്. അവന്റെ ഒരു എന്ന് വിനീഷ് വഴക്കു പറയേ. ഇവിടെ നമ്മൾ ഡീസന്റ് അല്ലേടാ എന്നവനും. നമ്മൾ വാടക കൊടുക്കുന്ന റൂം അല്ലേടാ, ഈ വീട്ടിലെ അമ്മച്ചിയാണോ എന്ന് വിനീഷ് ചോദിക്കേ. അല്ല, അടുത്തുള്ള ആണെന്ന് തോന്നുന്നു എന്നവനും. എന്നാ ആ ജനല് തുറന്നിടടാന്ന് വിനീഷ് പറയേ. എനിക്കൊന്നും വയ്യ എന്നവനും. നീ ഇങ്ങു മാറിയെന്ന് പറഞ്ഞ് വിനീഷ് ചെന്ന് ജനല് തുറക്കേ. ലൂസി അമ്മ ചിരിയോടെ അവിടെ തന്നെ നിൽപ്പാ. ആഹാ, അമ്മച്ചി പോയില്ലായിരുന്നു എന്ന് വിനീഷ് ചോദിക്കേ. ഞാനിവിടെ കുറുന്തോട്ടിയുണ്ടോന്ന് നോക്കാനായി നിന്നതാ എന്ന് പറഞ്ഞ് ലൂസിയമ്മ പോവാൻ തുടങ്ങുമ്പോഴേക്കും, പോവല്ലേ ഒന്ന് പരിചയപ്പെടാനായിരുന്നു, ഒന്ന് നിൽക്കെന്ന് പറഞ്ഞ് വിനീഷ് പുറത്തേക്കുള്ള ആ ഡോർ തുറക്കുക. അവർ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും, എന്താ മക്കളെന്ന് ലൂസി അമ്മയും. ഞാൻ വിനീഷ്, ഇത് സുമേഷ്, സനീഷ്, മനീഷ് എന്നവരെ ഓരോരുത്തരെയും പരിചയപ്പെടുത്തി. അമ്മച്ചിയുടെ പേരെന്താണെന്ന് വിനീഷ് ചോദിക്കുന്നുണ്ട്. ലൂസി അമ്മ എന്നവർ പറയേ. ഇവിടെ അയൽപക്കം എന്ന് വിനീഷ്. അതെ എന്ന് ചിരിയോടെ സമ്മതിച്ചതേ, ആ കിഴക്കു ഭാഗത്ത് കാണുന്നതിന്റെ ആദ്യത്തെ വീടാ എന്നവർ പറയേ. അതെ, ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ട്. കുറച്ച് വെടിമരുന്നുണ്ടായിരുന്നു കയ്യില്, ഇങ്ങോട്ട് പോരുന്ന വഴി അതങ്ങ് തീരാറായി. ഇവിടെ അടുത്ത് സാധനം സംഘടിപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ, ഈ വീട്ടുകാരുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് വിനീഷ് ചോദിക്കേ. ഏയ്, ഇത് മണവും ഗുണവും ഒന്നും ഇല്ലാത്ത വീട്ടുകാരാ, ഇത്തരം നല്ല കാര്യങ്ങൾക്കൊന്നും ഉപകരിക്കത്തില്ലെന്നേ എന്ന് ലൂസിയമ്മയും പറയുകയാ. ബിവറേജ് ഇല്ലേ അടുത്തെങ്ങും? വണ്ടിയുണ്ടെന്ന് വിനീഷ് പറയേ. ബിവറേജ് ആണെങ്കിൽ കുരുവിക്കാട് കഴിഞ്ഞു പോണം, ഒരു തുള്ളി മദ്യം ചെക്ക് പോസ്റ്റ് കടത്തി വിടത്തില്ലെന്നേ. നാടൻ സാധനം മതിയെങ്കിൽ ഒരു വഴിയുണ്ട് കേട്ടോ. ഇവിടെ ജനാർദ്ദനൻ എന്ന് പറയുന്ന ഒരു വാറ്റുകാരനുണ്ട്. വെട്ടുകണ്ടം ജനാർദ്ദനൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഫോണിൽ വിളിച്ച സാധനം ഇങ്ങ് എത്തിച്ചു തരുമെന്ന് ലൂസിയമ്മ പറയേ. നോക്കിയാലോ, നമ്പറുണ്ടോ അമ്മച്ചിയുടെ കയ്യിലെന്ന് വിനീഷും. ഉണ്ടെന്ന് പറഞ്ഞ ലൂസിയമ്മ തൻ്റെ മൊബൈലെടുത്ത് ഇതാ നമ്പർ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുക. ഇതൊന്ന് സേവ് ചെയ്യടാന്ന് പറഞ്ഞ് വിനീഷ് അമ്മച്ചിയുടെ മൊബൈൽ ഒരുത്തൻ്റെ കയ്യിലേക്ക് കൊടുത്ത്, അമ്മച്ചിയുടെ തൊഴിലെന്താ എന്ന് ചോദിക്കുക. ഇതൊക്കെ തന്നെ പരോപകാരം എന്നവർ ചിരിയോടെ പറയേ. അവരുടെ മൊബൈൽ തിരിച്ചു കൊടുത്ത്, പരോപകാരത്തിന് ഇത്രയൊക്കെ മതിയോ എന്ന് തൻ്റെ പോക്കറ്റിലെ ക്യാഷ് എടുത്ത് നീട്ടിക്കൊണ്ട് വിനീഷ് ചോദിക്കേ. ധാരാളം മതി കുഞ്ഞെ എന്ന് സന്തോഷത്തോടെ പറഞ്ഞ് അവരാകാശ് പിടിച്ചു വാങ്ങുകയാ.
ഒരെണ്ണം അടിക്കുന്നുണ്ടോ എന്ന് വിനീഷ് ചോദിക്കേ. ഇല്ല കുഞ്ഞെ, പകല് പറ്റത്തില്ല എന്ന് പറഞ്ഞവർ സന്തോഷത്തോടെ യാത്ര പറഞ്ഞു പോവുകയാ. ലൂസി അമ്മയുടെയും വെട്ടുരുമ്പിന്റെയും ആരോഗ്യത്തിനു വേണ്ടി ഒന്നൊഴിക്കട്ടെ എന്ന് വിനീഷ് പറയുമ്പോഴേക്കും എല്ലാവരും കൂടി വീണ്ടും ബ്രാൻഡി അടിക്കാനായി പോവുകയാണ്. രാത്രി സുജാതയുടെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക ലൂസി അമ്മ. അവരുടെ പ്ലേറ്റിലേക്ക് സുജാത വീണ്ടും കറി വിളമ്പി കൊടുക്കുമ്പോഴേക്കും മതി മതി, ചാറൊഴിച്ച ഇനിയും ചോറ് വേണ്ടി വരും എന്ന് പറഞ്ഞ് ലൂസിയമ്മ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും എന്നിട്ട് ലൂസിയമ്മ ബാക്കി പറ എന്ന് സുജാത. എന്നിട്ടെന്താ, നല്ല തടിമാടന്മാര് 3-4 ആമ്പിള്ളേർ, ഒരു മുറിയിൽ തീറ്റയും കുടിയും, അവർക്കുള്ള വെപ്പും പരിചരണവും ഇവളുമാര് എന്നൊക്കെ ലൂസിയമ്മ പറയുന്നത് കേൾക്ക് സുജാതയും മൂക്കത്ത് വിരൽ വെച്ച് നിൽപ്പാ. ബാക്കി എന്തുവാന്ന് നമുക്ക് ഊഹിക്കാലോ എന്ന് ലൂസിയമ്മ പറയേ. ശാരദ ഇതൊന്നും കാണുന്നില്ലേ ലൂസിയമ്മ എന്ന് സുജാത. കാണുന്നില്ലയോന്നോ? കൊച്ചു ചെറുക്കന്മാരെ കാണുമ്പോഴേ ആ പെണ്ണുങ്ങളുടെ ചിരിയും കളിയും ഇടക്കവും ഒക്കെ ഒന്ന് കാണണം. ഇതൊക്കെ ഒരമ്മയ്ക്ക് കണ്ടാൽ മനസ്സിലാവത്തില്ലേ സുജാത? പെൺപിള്ളേരുടെ പുരുകമൊന്നിളകിയ അതിന്റെ അർത്ഥം അമ്മയ്ക്ക് അറിയാൻ പറ്റില്ലേ? അത് കൊള്ളാം, ഇതൊക്കെ മനസ്സിലാവുന്നതല്ലേ? കിട്ടുന്നതൊക്കെ ഇങ്ങ് പോരട്ടെ എന്ന ശാരദയുടെ വിചാരം. അവര് വീടും പുരയിടമൊക്കെ തിരിച്ചെടുത്തതിൽ എനിക്ക് ഒരു അതിശയവും തോന്നുന്നില്ല സുജാത. അല്ല പിന്നെ എന്ന് പറഞ്ഞ് കഴിച്ചുകൊണ്ട് ലൂസിയമ്മ ഏഷണി കൂട്ടിക്കൊണ്ടിരിക്കെ സുജാതയും ടെൻഷനോടെ നിൽപ്പാ. അതുകണ്ട് സന്തോഷത്തോടെ ലൂസിയമ്മ വീണ്ടും, ദേ പെൺപിള്ളേരും ഇടുക്കികളാ, അവർ വിചാരിച്ചാൽ നാളെ പുഷ്പവാടി മുഴുവൻ വിലയ്ക്ക് വാങ്ങാൻ പറ്റും. അതിലൊന്നിനെയാണല്ലോ ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ലൂസിയമ്മ പറയേ. അയ്യോ, നമുക്ക് ഈ പുഷ്പവാടി മൊത്തമായും വേണ്ടായേ, ഉള്ള സ്വത്തും ഈ കഞ്ഞിയും ഒക്കെ മതി എന്ന് സുജാത. അപ്പോഴാണ് അമ്മേനെ നീട്ടി വിളിച്ച് വിനീത് അങ്ങോട്ട് വരുന്നത്. അവനെ കണ്ട്, ആഹാ മോൻ ജോലി കഴിഞ്ഞ് ഇങ്ങെത്തിയോ എന്ന് ലൂസിയമ്മ ചോദിക്കേ. ഓ, ഗസ്റ്റ് ഉണ്ടായിരുന്നോ? ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു വരാം അമ്മേ, അപ്പോഴേക്കും അമ്മ ഭക്ഷണം എടുത്തു വെച്ചാൽ മതി എന്ന് പറഞ്ഞ് വിനീത് പോവാനായി തുടങ്ങുമ്പോഴേക്കും സുജാതയും, അങ്ങനെ അങ്ങ് പോവാതടാ, നീ ഈ വിശേഷങ്ങൾ കൂടി കേട്ടിട്ട് പോ എന്ന് വിളിച്ചു പറയേ. തിരിഞ്ഞു നിന്ന്, എന്ത് വിശേഷം എന്ന് വിനീത്. നിനക്ക് താല്പര്യമുള്ള കാര്യമാ നിന്റെ അമ്മാവിന്റെ വീട്ടിലെ വിശേഷം എന്ന് അമ്മ പറയേ. ഓ, ഇന്നും അവരുടെ നെഞ്ചത്തു തന്നെയാണോ എന്ന് വിനീതും. ഞാൻ പറഞ്ഞാ നീ വിശ്വസിക്കത്തില്ലല്ലോ, ദേ നേരിട്ട് കണ്ടവർ തന്നെ പറയട്ടെ എന്ന് ലൂസിയമ്മയെ നോക്കിക്കൊണ്ട് സുജാത പറയേ. അയ്യോ സുജാതെ, എന്നെ ഇതിന്റെ ഇടയ്ക്കൊന്നും പിടിച്ചിട്ടേക്കല്ലേ. കണ്ണി കണ്ടത് കണ്ടെന്നും കാതിൽ കേട്ടത് കേട്ടെന്നും പറയുന്നത് കൊണ്ടാ ലൂസിയമ്മ എല്ലാവരും പരദൂഷണക്കാരി എന്ന് പറയുന്നത്. നമ്മൾ വാമൂടി കെട്ടിക്കൊണ്ടിരുന്ന കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് ലൂസിയമ്മ കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും, എന്നാ ഞാൻ തന്നെ പറയാം, നിന്റെ ഗംഗയും അനിയത്തിമാരും കൂടി ഒരു ഹോം സ്റ്റേയുടെ ബോർഡും വെച്ച് കുറെ കള്ളുകുടിയന്മാരുടെ കൂടെ അവിടെ കിടന്ന് അഴിഞ്ഞാടുന്നെന്ന് എന്നമ്മ പറയുന്നത് കേൾക്കെ ഒരു ഞെട്ടലോടെ നിൽപ്പാ വിനീതും. ദേഷ്യത്തോടെ അവൻ ലൂസിയമ്മയെ നോക്കി, നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കേ. ഒന്നും പറയാനാവാതെ ഇരിപ്പാ ലൂസിയമ്മയും. നിങ്ങൾ കണ്ടോന്ന് എന്ന് ടേബിളിൽ അടിച്ചുകൊണ്ട് അവൻ ഒച്ചവെക്കേ. കണ്ടോന്ന് ചോദിച്ചാ എന്നൊരു പരുങ്ങലോടെ ലൂസിയമ്മയും. എഴുന്നേൽക്കവിടുന്ന് എന്ന് ദേഷ്യത്തോടെ വിനീത് പറയാ. എടാ വിനീതേ എന്ന് താക്കീതോടെ സുജാതയും വിളിക്കുന്നുണ്ട്. കുറച്ച് ചോറ് കൂടി ബാക്കിയുള്ളൂ മോനെ എന്നവർ പറയേ. നിങ്ങളോട് എഴുന്നേൽക്കാനാ പറഞ്ഞത് എന്ന് വിനീതും അലറുന്നുണ്ട്. അവർ പരുങ്ങലോടെ എഴുന്നേൽക്കുമ്പോഴേക്കും അവരുടെ നേരെ വിലച്ചുകൊണ്ടി, ഈ നിമിഷം ഇവിടെ നിറങ്ങിക്കോണം. ഇനി നിങ്ങൾ ഇവിടെ നിന്നാലേ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. മേലാൽ ഈ വീട്ടിലോ എൻ്റെ അമ്മയുടെ കൺവെട്ടത്തോ നിങ്ങളെ കണ്ടാൽ നിങ്ങളുടെ വൃത്തികെട്ട നാവ് കൊത്തി നുറുക്കി നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ തീറ്റിക്കും എന്നവൻ ഭീഷണിപ്പെടുത്തെ. എൻ്റെ കർത്താവേ, ഈ വാതിൽ എവിടെ കൊണ്ട് വെച്ചേക്കുക എന്ന് പേടിയോടെ നിലവിളിച്ച് ലൂസിയമ്മയും അവിടെ നിന്നിറങ്ങി പോവുകയാണ്. അത് കാണേ സുജാതയും ദേഷ്യത്തോടെ വിനീതിനോടായി, എടാ ഞാൻ ഇവിടെ വിളിച്ചിരുത്തി ഭക്ഷണം കൊടുത്തയാളെയാ ഈ ഊണുമേശയിൽ നിന്ന് നീ എഴുന്നേൽപ്പിച്ച് വിട്ടത്. അതിന് സമാധാനം പറയാതെ നീ എവിടെ പോകുന്നു എന്ന് അമ്മ ചോദിക്കേ. സമാധാനം അമ്മ അമ്മയുടെ സ്വന്തം മനസാക്ഷിയോട് തന്നെ ചോദിച്ചാൽ മതി. അപ്പോഴേക്കും ഞാൻ കുളി കഴിഞ്ഞിട്ട് വരാമെന്ന് വിനീത് പറയേ. കുളിക്കാൻ വരട്ടടാ, ഇത് ഞാനും എൻ്റെ ഭർത്താവും കൂടി സമ്പാദിച്ച വീടും സ്ഥലവുമാ. ഇവിടെ എൻ്റെ തലയ്ക്ക് മീതെ പറക്കുന്ന ഒരുത്തനും വേണ്ട. നിനക്ക് പ്രധാനം ഞാനാണോ ആ അഴിഞ്ഞാട്ടക്കാരിയാണോ എന്ന് ഇപ്പോൾ തീരുമാനിക്കണം എന്നമ്മ പറയേ. ദേഷ്യത്തോടെ അമ്മയെ നോക്കിക്കൊണ്ട്, അമ്മേ, പകയും വൈരാഗ്യവും എത്രയുണ്ടെങ്കിലും ഈ ലൂസിയമ്മയുടെ അത്ര അധപതിക്കുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ മനസ്സിലായി അമ്മയുടെ പോക്ക് എങ്ങോട്ടാണെന്ന്. അങ്ങനെ സംഭവിച്ചാൽ ഇപ്പോൾ ലൂസിയമ്മയോട് പെരുമാറുന്നതിനേക്കാൾ മോശമായിട്ടായിരിക്കും ഞാൻ അമ്മയോട് പെരുമാറുന്നത്. അതുകൊണ്ട് ഞാൻ പോവും അമ്മ എന്ന് പറഞ്ഞ് വിനീത് നടന്നു നീങ്ങി വീണ്ടും തിരിഞ്ഞു നിന്ന്, ഇതൊരു നരകമാണെന്ന് ശാരദ അമ്മയും മക്കളും പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. പക്ഷേ സത്യമാണെന്ന് ഇപ്പോൾ മനസ്സിലായി. അമ്മയും അമ്മയുടെ ഭർത്താവും കൂടി സമ്പാദിച്ച ഈ നരകത്തിലെ അമ്മ ഒറ്റയ്ക്ക് കാവലിരുന്നു എന്ന് പറഞ്ഞ് വിനീത് ഇറങ്ങിപ്പോകെ പകച്ചു നിൽക്കുകയാ ശാരദയും. പിന്നീട് അവർ അവന്റെ പുറകെ നടന്നു ചെന്ന് ഉമ്മറത്തെത്തി മോനെന്ന് വിളിക്കുന്നുണ്ടെങ്കിലും വിനീത് ആ വീടിന്റെ ഗേറ്റും കടന്ന് പോയി കഴിഞ്ഞിരുന്നു. രാത്രിയാവുമ്പോൾ വിനീഷും ഗസ്റ്റ് റൂമിന്റെ ഡോർ തുറന്ന് ചുറ്റുപാട് നോക്കി നിൽക്കുക. അപ്പോഴാണ് ഗംഗ ജഗ്ഗുമായി അടുക്കളയിലേക്ക് വെള്ളമെടുക്കാനായി പോകുന്നത് കാണുന്നത്. കൊതിയോടെ അവളെ നോക്കി നിൽക്കുന്ന വിനീഷിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വെള്ളം വേണമെന്ന് വിനീഷ് പറഞ്ഞതനുസരിച്ച് കൂജയിൽ വെള്ളവുമായി ഗസ്റ്റ് റൂമിൽ വെള്ളവുമായി എത്തിയ ഗംഗയെ മയക്കി വീഴ്ത്തി വിനീഷും കൂട്ടരും പീഡിപ്പിക്കാൻ തുടങ്ങുന്നതും ഗംഗയെ കാണാതെ ശാരദയും മക്കളും അവിടമാകെ പരിഭ്രമത്തോടെ തിരയുന്നതും വിനീതിന്റെ മൊബൈലിലേക്ക് വിളിച്ച ശാരദയെ സുജാത കണക്കിന് ചീത്ത വിളിക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ.
വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.